ഹായ്, വീട്ടിലിരുന്ന് തയ്യൽ ബിസിനസ് ചെയ്യുന്ന നമ്മളിൽ പലരും നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ട്. തയ്ക്കാനൊക്കെ ഇരിക്കുമ്പോൾ ആവശ്യത്തിന് കത്രികയോ ബോബിനോ നൂലോ ഒന്നും കൃത്യസമയത്ത് കയ്യിൽ കിട്ടൂല. ഇങ്ങനെ അനുഭവിക്കണവരുണ്ടെങ്കിൽ ആദ്യം ഒന്ന് കമൻ്റ് ഇട്ടോളിട്ടോ. കാരണം ഒരുവിധ ആൾക്കാരൊക്കെ ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ടാവും. തയ്ച്ചു കഴിഞ്ഞ തുണികളും വെട്ടിമാറ്റിയ കഷ്ണങ്ങളും ഒക്കെ ബോബിനുകളും നൂലുകളും എല്ലാം കൂടി മെഷീൻ്റെ ചുറ്റും അലങ്കോലമായി കിടക്കുന്നുണ്ടാകും. ഈ ഒരു അലങ്കോലം കാണുമ്പോൾ തന്നെ നമുക്ക് തയ്ക്കാനുള്ള മൂഡ് അങ്ങോട്ട് നഷ്ടപ്പെടുകയും ചെയ്യും. വലിയ മാനസിക സമ്മർദ്ദവും നമുക്കുണ്ടാവും ഈ ഒരൊറ്റ കാരണത്താൽ. ഈ കഠിനമായ അധ്വാനം ഇല്ലാതെ തന്നെ നമ്മളെ തയ്യൽ മുറിയും വീടൊക്കെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ സഹായിക്കുന്ന ചാണക്യതന്ത്രത്തിലെ ഒരു 10 ലളിതമായ മാർഗങ്ങൾ ഞാൻ നമ്മളെ തയ്യൽ ജീവിതവുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രായോഗികമാക്കാം എന്നതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത് കേട്ടോ. ഈ 10 കാര്യങ്ങൾ കൃത്യമായി കേട്ട് മനസ്സിലാക്കിയാൽ നമ്മളെല്ലാവരും തയ്യൽ മുറികൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ ജോലിഭാരമൊക്കെ പകുതിയായിട്ട് അങ്ങോട്ട് കുറച്ച് എളുപ്പമാക്കി തരുന്ന ഒന്നാണ്. എന്നാൽ പിന്നെ ഒന്നാമത്തെ കാര്യം നോക്കിയാലോ. ഒന്നാമത്തെ വരുന്നത് വൺ ടച്ച് റൂള്. അതായത് ഒരു സാധനം കയ്യിലെടുത്താൽ അത് ഉടനെ തന്നെ അതിൻ്റെ കൃത്യമായ സ്ഥലത്ത് വെക്കുക, അലക്ഷ്യമായി വെക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് ഈ നിയമം ഒന്നാമത്തെ തന്നെ പറയണത് കേട്ടോ. തയ്യൽക്കാരായ നമ്മളെപ്പോഴും ചെയ്യണ ഒരു തെറ്റുണ്ട്. ഒരു തുണി വെട്ടി കഴിഞ്ഞാൽ ആ കത്രിക മെഷീൻ്റെ പുറത്തോ കട്ടിലിൻ്റെ പുറത്തോ ഒക്കെ അലക്ഷ്യമായി തന്നെ നമ്മൾ വെക്കും. അടുത്ത തവണ നമ്മൾ തയ്ക്കാൻ ഇരിക്കുമ്പം ആ കത്രിക തപ്പി നടന്ന് ഒരുപാട് സമയം കളയും. വൺ ടച്ച് റൂൾ പ്രകാരം കത്രികയോ ടേപ്പോ ചോക്കോ ഒക്കെ കയ്യിലെടുത്ത് ഉപയോഗം കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ അത് വെക്കേണ്ട ആ ബോക്സിലോ സ്റ്റാൻഡിലോ എടുത്ത് വെക്കുക. ഇത് ശീലമായാൽ തപ്പിയുള്ള സമയം കളിച്ചിൽ പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാം. ഇനി രണ്ടാമത്തെ കാര്യം നോക്കിയാലോ. നൈറ്റ് റീസെറ്റാണ്. രാത്രി കിടക്കുന്നതിന് മുമ്പ് അടുക്കളയിലെ പാത്രങ്ങൾ കഴുകി കൗണ്ടർ ടോപ്പ് തുടച്ച് വൃത്തിയാക്കുന്നത് പോലെ തന്നെ അത് രാവിലെ നമുക്കൊരു പുതിയ ഉണർവ് നൽകുമെന്ന് ചാണക്യതന്ത്രം പറയുന്നത്. ഇതേ കാര്യം നമ്മളെ തയ്യൽ മുറിയിലും നമുക്ക് ചെയ്തു നോക്കാം. രാത്രി നമ്മൾ തയ്യൽ നിർത്തി എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ മെഷീൻ്റെ പുറത്ത് നൂൽ കഷ്ണങ്ങളും വെട്ടിമാറ്റിയ തുണി കഷ്ണങ്ങളും ഒക്കെ ഉണ്ടാവും. അതങ്ങനെ തന്നെ ഇട്ടിട്ട് നമ്മൾ പോകരുത്. രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് 1 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് 1-2 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ആ മെഷീൻ്റെ പുറക്കൊന്ന് തുടച്ചെന്നാക്കി അനാവശ്യമായ തുണികൾ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്കൊക്കെ മാറ്റി തയ്ച്ച് തീർത്ത വസ്ത്രങ്ങൾ മടക്കി വെച്ച് പിറ്റേന്ന് രാവിലെ പുതിയൊരു ഓർഡർ തയ്ക്കാൻ വരുമ്പം വൃത്തിയുള്ള മെഷീൻ കാണുന്നത് തന്നെ നമുക്ക് വലിയൊരു പോസിറ്റീവ് എനർജി തരും. ഇനി മൂന്നാമത്തെ കാര്യം നോക്കിയാലോ. ഫ്ലാറ്റ് സർഫസ് ഓർഗനൈസേഷനാണ്. ഡൈനിങ് ടേബിൾ, ടീപ്പോയി, കിച്ചൺ സ്ലാബ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്നും കൂട്ടിയിടരുത് എന്നതാണ് ഈ ഒരു നിയമം വരുന്നത്. നമ്മൾ പലരും തയ്യൽ മുറിയിലേക്ക് നോക്കിയാൽ നമ്മുടെ കട്ടിങ് ടേബിളും മെഷീൻ ഫ്ലാറ്റായ ഭാഗങ്ങളുമാണ് നമുക്ക് പറയുന്ന സ്ഥലങ്ങൾ. പലരും കട്ടിങ് ടേബിളിൻ്റെ പുറത്ത് തയ്ക്കാനുള്ള 10 തുണികൾ ഒന്നിച്ചങ്ങോട്ട് കൂട്ടിയിടും. അതിൻ്റെ മുകളിൽ ബോബിനും ഗെയ്സും നൂലും പെട്ടികളും ഒക്കെ വെക്കുകയും ചെയ്യും. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് അതൊക്കെ ഒരു ഭാരമായിട്ട് തോന്നുകയും ചെയ്യും. ഫ്ലാറ്റായ പ്രതലങ്ങൾ എപ്പോഴും ഫ്രീ ആയിരിക്കണം. ഫ്ലാറ്റായ മീൻസിൽ നമ്മൾ ടേബിൾ പോലത്തെ സ്ഥലങ്ങളൊക്കെ എപ്പോഴും ഫ്രീ ആയിരിക്കണം. അപ്പം മാത്രമേ നമുക്കൊരു വൃത്തി ഫീൽ ചെയ്യുള്ളൂ. ഫ്ലാറ്റായ പ്രതലങ്ങൾ എപ്പോഴും ഫ്രീ ആയിരിക്കണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തയ്ക്കാനുള്ള തുണികളൊക്കെ ഒരു റാക്കിലോ ബോക്സിലോ ഒക്കെ മാറ്റി സൂക്ഷിക്കുക. കട്ടിങ് ടേബിളിൽ ഇപ്പം വെട്ടി പോകുന്ന കഷ്ണങ്ങൾ മാത്രം മതി. അങ്ങനെ ആകുമ്പം വൃത്തികേടുണ്ടാവില്ല. നാലാമത്തെ കാര്യം ക്ലീൻ ആസ് യു ഗോ എന്നതാണ്. പാചകം ചെയ്യുന്നതിനിടയിൽ തന്നെ എപ്പോഴും വൃത്തിയാക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു തത്വം വരുന്നത്. അത് നമ്മളെ തയ്യലിലും വളരെ പ്രധാനമാണ്. നമ്മളൊരു ബ്ലൗസ് വെട്ടുമ്പം ഒരുപാട് ചെറിയ ചെറിയ വേസ്റ്റായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ വരും. അതെപ്പോൾ തന്നെ അപ്പക്കപ്പകൾ തന്നെ തള്ളാതെ കട്ടിങ് ടേബിളിൻ്റെ ഒരു വശത്ത് വെച്ചിരിക്കുന്ന വേസ്റ്റ് കുട്ടയിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം. അതുപോലെ തന്നെ തയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന നൂൽ കഷ്ണങ്ങൾ അപ്പോൾ തന്നെ മാറ്റി വെക്കുക. ഒരു വസ്ത്രം തയ്ച്ച് തീരുന്നതിനോടൊപ്പം തന്നെ ആ ഏരിയയും വൃത്തിയായിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. ഒരു വസ്ത്രം നമ്മൾ തയ്ച്ച് തീരുന്നതിനോടൊപ്പം തന്നെ ആ ഏരിയ വൃത്തിയായി ഇരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. തയ്യൽ കഴിഞ്ഞ ശേഷം ഒന്നിച്ച് വൃത്തിയാക്കാൻ നിന്നാൽ അത് വലിയൊരു ജോലിയായി തന്നെ നമുക്ക് തോന്നും. ഇനി അഞ്ചാമത്തെ കാര്യം നോക്കിയാലോ. 15 മിനിറ്റുള്ള പവർ ക്ലീനിങ് ആണ്. ഒരു ദിവസം ഒരു 15 മിനിറ്റ് മാത്രം വീട് ക്ലീൻ ചെയ്യാൻ ടൈമർ വെച്ച് നമ്മൾ മാറ്റി വെക്കുക എന്നതാണ് ഈ രീതി. നമുക്ക് തയ്യൽ ഓർഡറുകളൊക്കെ ഒരുപാടുള്ളപ്പം വീടും മുറിയൊക്കെ വൃത്തിയാക്കാൻ വലിയ മടി തന്നെ നമുക്ക് തോന്നും. അതിനുള്ളൊരു പരിഹാരമാണ് രാവിലെ തയ്ക്കാനിരിക്കും
ഇരിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വൈകുന്നേരമോ മൊബൈലിൽ കൃത്യമായൊരു 15 മിനിറ്റ് നമ്മൾ ടൈമർ വെക്കുക. എന്നിട്ട് ആ ഒരു 15 മിനിറ്റ് ഒരൊറ്റ ലക്ഷ്യം മാത്രം തയ്യൽ മുറിയിലെ നൂലുകൾ ഒക്കെ അടുക്കി വെക്കുക. അങ്ങനെ അല്ലെങ്കിൽ മെഷീൻ ഓയിലിടുക, തറ തൂക്കുക. ഇങ്ങനെയൊക്കെ ടൈമർ അടിക്കുമ്പോൾ ആ ക്ലീനിങ് നിർത്തുകയും ചെയ്യുക. ദിവസവും ഈ 15 മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതി. ഇങ്ങനെ ഒരു ടൈം വർക്ക് ചെയ്താൽ ഈ സ്പേസൊക്കെ എപ്പോഴും തിളങ്ങിക്കൊണ്ടേയിരിക്കും. ദിവസവും ഈ 15 മിനിറ്റ് മാറ്റി വെച്ചാൽ നിങ്ങളുടെ വർക്ക് സ്പേസൊക്കെ എപ്പോഴും തിളങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. ആറാമത്തെ കാര്യം നോക്കിയാലോ, ഉടൻ മടക്കലാണ്. ഉണങ്ങിയ തുണികൾ അലക്ഷ്യമായി ഇടാൻ ഉടൻ തന്നെ അത് മടക്കി വെക്കുക എന്നതാണ് ഈ ഒരു മാർഗം. തയ്യലിൽ ഇതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ കസ്റ്റമേഴ്സ് തരുന്ന തുണികൾ നമ്മൾ അയൺ ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായി മടക്കി വെക്കണം. തയ്ച്ചു കഴിഞ്ഞ വസ്ത്രങ്ങളൊക്കെ അലക്ഷ്യമായി മെഷീൻ്റെ മുകളിൽ തന്നെ തൂക്കിയിടരുത്. തയ്യലും പ്രസ്സിങ്ങും കഴിഞ്ഞ ഉടനെ തന്നെ അത് ഹാങ്ങറിലോ അല്ലെങ്കിൽ കൃത്യമായി മടക്കി ഒരു കവറിലോ എടുത്ത് വെക്കുക. അത് വസ്ത്രങ്ങൾ ചുളിയാതെ സൂക്ഷിക്കാനും കസ്റ്റമർ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാനും ഒക്കെ സഹായിക്കും. ഇനി ഏഴാമത്തെ കാര്യം നോക്കിയാലോ, എൻട്രൻസ് വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. വീടിൻ്റെ പ്രവേശന കവാടം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. നമ്മളെ തയ്യൽ കടയോ അല്ലെങ്കിൽ വീട്ടിലെ തയ്യൽ മുറിയുടെയൊക്കെ മുൻഭാഗം എപ്പോഴും വൃത്തിയായിരിക്കണം. കസ്റ്റമേഴ്സ് ആദ്യം കാണുന്നത് ഈ ഭാഗമാണ്. അവിടെ തുണികളോ വേസ്റ്റ് കത്രികയോ ഒക്കെ ഒന്നും അലക്ഷ്യമായി കിടക്കരുത്. മുൻഭാഗം നല്ല ഭംഗിയായി വെച്ചാൽ തന്നെ ഒരു കസ്റ്റമേഴ്സിന് നമ്മുടെ ജോലിയിൽ വലിയൊരു വിശ്വാസ്യത തോന്നും. ഇനി എട്ടാമത്തെ ഒരു കാര്യം നോക്കിയാലോ, മൈക്രോ ക്ലീനിങ് ആണ്. ബാത്റൂം ദിവസവും 1 മിനിറ്റ് കൊണ്ട് നമ്മൾ വൃത്തിയാക്കി ഉണക്കി സൂക്ഷിക്കുക എന്നതാണ് ഇതിൽ പറയുന്നത്. തയ്യലിൽ മൈക്രോ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തയ്യൽ മെഷീൻ്റെ സുപ്രധാന ഭാഗങ്ങൾ ദിവസവും 1 മിനിറ്റ് മാറ്റി വെച്ച് നമ്മൾ വൃത്തിയാക്കുക എന്നതാണ്. ഈ ബോബിൻ കേസിൻ്റെ ഒക്കെ ഉള്ളിലുള്ള പൊടിയും നൂൽ കഷ്ണങ്ങളൊക്കെ ദിവസവും ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ വൃത്തിയാക്കണം. പ്രധാന ഭാഗങ്ങളിൽ ഓയിലിടണം. ദിവസവും ചെയ്യുന്ന ഈ 1 മിനിറ്റ് ജോലി നിങ്ങളെ മെഷീൻ്റെ ആയുസ് കൂട്ടും. തയ്യൽ കേടാകുന്നത് നമുക്ക് ഒഴിവാക്കി തരും. ഒമ്പതാമത്തെ കാര്യം നോക്കിയാലോ, മിനിമലിസമാണ്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കി വീടിൻ്റെ ഭാഗം കുറക്കുക എന്നതാണ് ഇതിനർത്ഥമാക്കുന്നത്. നമ്മൾ തയ്യൽക്കാർക്ക് ഒരുപാട് പഴയ തുണി കഷ്ണങ്ങൾ, ഉപയോഗശൂന്യമായ ലൈനിങ് കഷ്ണങ്ങളും കേടായ സിബുകളും ഒക്കെ തയ്യൽ മുറിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും ഉപകാരപ്പെടും എന്ന് കരുതിയായിരിക്കും നമ്മൾ ഇതൊക്കെ വെക്കുന്നത്. പക്ഷേ അത് റൂമിൽ സ്ഥലം കളയുകയും അലങ്കോലമായി കിടക്കാനൊക്കെ ഉള്ളൊരു വഴിയായി മാത്രമാണ് വരിക. അതുകൊണ്ട് തന്നെ ഒട്ടും ഉപയോഗമില്ലാത്ത പഴയ വേസ്റ്റ് കഷ്ണങ്ങളും കേടായ ടൂളുകളൊക്കെ ധൈര്യമായി തന്നെ നമ്മൾ എടുത്തു കളയാം. സാധനങ്ങൾ അത് കുറയുമ്പം തന്നെ നമ്മൾ റൂമിൽ നല്ലൊരു സ്പേസ് കിട്ടും. മനസ്സിനൊരു ഭാരം കുറയും. ഇനി 10ാമത്തെ കാര്യം നോക്കിയാലോ, മനസ്സിൻ്റെ സമാധാനമാണ്. ജോലികൾക്കിടയിൽ സ്വയം നമ്മൾ സമയം കണ്ടെത്തുകയും വീടിൻ്റെ ഈ ഒരു ഷോറൂം പോലെ കാണാതെ സമാധാനത്തോടെ ജീവിക്കുന്നത് ഇടയായി മാറ്റുകയും നമ്മൾ ചെയ്യണം എന്നതാണ് ചാണക്യതന്ത്രം പറയുന്നത്. എപ്പോഴും തയ്യൽ, പൈസ, ഓർഡറുകൾ എന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിക്കരുത്. ഓർഡറുകൾക്ക് തീർക്കുന്നതിനിടയിലും സ്വന്തം സന്തോഷത്തിന് വേണ്ടി നമ്മൾ അല്പസമയമെങ്കിലും മാറ്റി വെക്കണം. നമ്മളെ വർക്ക് സ്പേസ് അല്ലെങ്കിൽ വീട് എന്നുള്ളതൊക്കെ ആളുകളെ കാണിക്കാനുള്ളതോ ഒരു ഷോറൂമല്ല. അത് നമ്മൾ സമാധാനത്തോടെ ജീവിക്കേണ്ട ഒരിടമാണ്. അതുകൊണ്ട് അമിതമായ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഏതൊരു കാര്യവും 21 ദിവസം നമ്മൾ തുടർച്ചയായി ചെയ്താൽ അതൊരു ശീലമായി മാറും എന്നാണ് ചാണക്യതന്ത്രം ശാസ്ത്രവും പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞ ഈ 10 കാര്യങ്ങൾ നിങ്ങളെ തയ്യൽ ജീവിതത്തിലും ഒരു 21 ദിവസം തുടർച്ചയായി ഒന്ന് പാലിച്ചു നോക്കിയാണ് നിങ്ങൾക്ക് മടി ഉണ്ടാവില്ല. മടിയൊക്കെ മാറി കിട്ടും. തയ്യലും മുറിയൊക്കെ എപ്പോഴും സൂപ്പറായിരിക്കുകയും ചെയ്യും. ഈ മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പം തന്നെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്. അസ്സലാമു അലൈക്കും.